നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടം കഴിയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ ഈ പോരാട്ടങ്ങൾ 8 റൗണ്ടും കഴിയുമ്പോൾ അതിൽ വിന്നേഴ്സ് ആര് ലൂസേഴ്സ് ആര്, വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളിലാണ് നമ്മളിതെടുത്ത് നോക്കുന്നത്. അപ്പോൾ അതിന് ആ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. വിന്നർ നമുക്ക് ഒന്നാം സ്ഥാനത്തെടുത്ത് പറയാവുന്ന ആഴ്സണൽ തന്നെയാണ്. വല്ലാത്തൊരു പടയോട്ടമാണ് അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിലും ആവർത്തിച്ചിരിക്കുന്നത്. പ്രീമിയർ ലീഗിൽ എന്ത് ചെയ്യുന്നു അത് UCL ആവർത്തിച്ചു, ഒന്നുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ. 8 റൗണ്ട് കഴിയുമ്പോൾ 8 കളികളും വിജയിച്ച ഒരേ ഒരു ടീമാണ്. പുതിയ ഫോർമാറ്റിലേക്ക് UCL മാറിയതിന് ശേഷം ഇത് 2ാമത്തെ തവണയാണല്ലോ. അപ്പോൾ ഈ പുതിയ ഫോർമാറ്റിൽ ആദ്യമായിട്ടാണ് അപരാജിതമായിട്ടൊരു ടീം UCLൻ്റെ ലീഗ് ഘട്ടം അവസാനിപ്പിക്കുന്നത്. 8ൽ 8ഉം വിജയിച്ചു. പെർഫെക്റ്റ് സ്റ്റാർട്ട് അതുപോലെ തുടർന്ന ആഴ്സണൽ തന്നെയാണ് നമ്മുടെ വിന്നേഴ്സ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ളത്. അതുപോലെ തന്നെ +19 അവരുടെ ഗോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 23 ഗോളടിച്ചു, 4 ഗോളുകളെ അവർ തിരികെ വാങ്ങിയുള്ളൂ. ഇത്ര കുറച്ച് ഗോളുകൾ മാത്രം തിരികെ വാങ്ങിയ മറ്റൊരു ടീം ഈ UCL ഇല്ല എന്ന് കൂടി നോക്കണം. സോ എല്ലാം കൊണ്ടും വിന്നേഴ്സ് ലിസ്റ്റിൻ്റെ തലപ്പത്ത് വരാവുന്ന ടീമാണ് ആഴ്സണൽ. അതിനിടക്ക് സ്പോർട്ടിംഗ് CPയുടെ കാര്യം നോക്കണം. അടുത്ത വിന്നറായിട്ട് നമ്മൾ കാണുന്നത് സ്പോർട്ടിംഗ് CP ആണ്. കാരണം സ്പോർട്ടിംഗ് CPയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 8ൽ 7ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പോർച്ചുഗലിൽ നിന്നൊരു ടീം, അതായത് കഴിഞ്ഞ ആഴ്ച അവർ പാരീസ് സെൻ ജെർമനെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ റൗണ്ടിൽ. അപ്പോൾ സ്പോർട്ടിംഗ് CPയുടെ കോച്ച് റൂയി ബോർജസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഐ ഹാവ് നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ദിസ് ഗ്രൂപ്പ് ആൻഡ് ദീസ് ലാഡ്സ് who deserved this victory and deserve to be in the club's history എന്ന്. ക്ലബിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ അർഹതയുള്ള കുട്ടികളാണിവരെന്ന്. യെസ്, അത് തന്നെയാണ്. ഇതാ UCLൻ്റെ ടോപ്പ് 8ൽ ഒരു പോർച്ചുഗീസ് ടീം ഇടം പിടിച്ചിരിക്കുന്നു. ഡയറക്റ്റായിട്ട് അവർ UCLൻ്റെ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിരിക്കുന്നു. സോ തീർച്ചയായിട്ടും അവർ വിന്നേഴ്സാണ്. ലൂസേഴ്സായിട്ട് പറയാവുന്ന ഒരു ടീം VRL ആണ്. എന്തൊരവസ്ഥയാണ്! സ്പാനിഷ് ലലീഗയിൽ നിന്നുള്ള ടീം 8 കളികളിൽ നിന്ന് ഒരു വിജയവും അവർക്ക് നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വല്ലാത്തൊരവസ്ഥയാണത്. ഒരു സമനിലയും അതുപോലെ തന്നെ 7 തോൽവികളും, ഒരേ ഒരു പോയിൻ്റാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു റൗണ്ട് ബാക്കി പുറത്തായ 4 ടീമുകളിൽ ഒന്നായിട്ട് VRL വീണുപോയി. ഡെഫിനറ്റ്ലി ലൂസർ എന്ന രൂപത്തിൽ കണക്കാക്കേണ്ട ടീമാണ് അവർ. വിന്നറായിട്ട് നമ്മൾ കാണേണ്ട മറ്റൊരു ടീമാണ് കറാബാഗിനെ പോലൊരു ടീം. നോക്കുക, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവരിപ്പോൾ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുന്നു. കറാബാഗ് 8 കളികൾ 3 വിജയം, ഒരു സമനില, 10 പോയിൻ്റ്, 22ാം സ്ഥാനത്തോടു കൂടി അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ പലരും ഏറ്റവും വീക്കസ്റ്റ് ടീം ഇൻ ദി കോമ്പറ്റീഷൻ എന്ന രൂപത്തിൽ വിലയിരുത്തപ്പെട്ടൊരു ടീമാണ്. എന്നാൽ അവരിതാ അടുത്ത റൗണ്ടിലേക്ക് കടന്നുപോയിരിക്കുന്നു. സോ വിന്നറായിട്ട് നമ്മളവരെ കാണണം. അതുപോലെ ലൂസറായിട്ട് കാണേണ്ട ഒരു ടീമാണ് പാരീസ് സെൻ ജെർമൻ. കഴിഞ്ഞ തവണ UCLൽ കിരീടം ചൂടിയ ടീം. ഇത്തവണ 8 കളികളിൽ നിന്ന് 4 കളികളെ വിജയിച്ചുള്ളൂ. 2 സമനില, 2 തോൽവി, ടോപ്പ് 8ൽ ഇടമില്ല, 11ാം സ്ഥാനത്ത്. പിന്നെ പറയുന്നവർക്ക് പറയാം, കഴിഞ്ഞ തവണയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ടോപ്പ് 8ലൊന്നും ഇടം പിടിക്കാതെ പിന്നീട് അങ്ങ് കടന്നുപോയി കിരീടം ചൂടിയ പാരീസ് സെൻ ജെർമനെ താനിങ്ങനെ എഴുതി തള്ളേണ്ടതെന്ന്. ഇല്ല, എഴുതള്ളുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്കവരെ ഒരു നിലവിലെ ചാമ്പ്യന്മാരുടെ പെർഫോമൻസ് നടത്തിയ ടീം എന്ന രൂപത്തിൽ കാണാൻ വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവർക്ക് ലൂസർ ടാഗ് ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത്. വിന്നറായിട്ട് ദി സ്പെഷ്യൽ വൺ ആര്? അതെ, ഹോസെ മൊറീഞ്ഞോ. ഇടക്ക് വെച്ച് ബെൻഫിക്കയുടെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ വീണുപോയ ബെൻഫിക്കയാ അവിടെ നിന്ന് കൈ പിടിച്ച് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിലേക്ക് അദ്ദേഹം ടീമിനെ കൊണ്ടുപോയിരിക്കുന്നത്. അതും റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവസാന ഘട്ടത്തിൽ ഗോൾ കീപ്പറെ മുന്നോട്ട് കയറ്റിവിട്ട് ഗോൾ അടിപ്പിച്ചുകൊണ്ട്. സോ കൈയടിക്കണം ഹോസെ മൊറീഞ്ഞോക്ക്. വിന്നർ ലിസ്റ്റിൽ മൊറീഞ്ഞോ. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് പലവട്ടം അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ച് പറഞ്ഞു. സ്പെഷ്യലായിട്ട് അത് എടുത്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ റീലുമുണ്ട്, സുഹൃത്തുക്കൾ അത് കാണുക. എന്താ നാപ്പോളിക്ക് എന്ത് പറ്റി? നിരാശയാണ് നാപ്പോളി. അന്റോണിയോ കോണ്ടെ ലൂസർ ടാഗ് നാപ്പോളിയും അന്റോണിയോ കോണ്ടെയും അർഹിക്കുന്നു. നോക്കുക, നാപ്പോളി 8 കളികളിൽ നിന്ന് 2 കളിയെ വിജയിച്ചുള്ളൂ. നിലവിലെ സീരിയെ വിജയികളാണ്. സീരിയെ കിരീടം ഹോൾഡ് ചെയ്യുന്ന ടീമാണ്. ആ ടീം 30ാം സ്ഥാനത്ത് 8 പോയിൻറ്റുമായിട്ട്
ലൂസേഴ്സ് ടാഗ് അല്ലാതെ മറ്റെന്താണ് നമ്മൾ അവർക്ക് UCL കഴിയുമ്പോൾ കൊടുക്കുക? വിന്നർ ടാഗ് കൊടുക്കേണ്ട മറ്റൊരാളുണ്ട്. പ്രീമിയർ ലീഗിൽ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടീമിനെ 3-ാം സ്ഥാനത്ത് ഗ്രൂപ്പ് ഘട്ടം കഴിയുമ്പോൾ ഫിനിഷ് ചെയ്യിച്ച കോച്ച് ആർനെ സ്ലോട്ടിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ UCL ഈ പോക്ക് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. ആ സമയം ലൂസർ ടാഗ് കൊടുക്കേണ്ട ഒരാൾ റയൽ മാഡ്രിഡ് ആണ്. റയലിൻ്റെ ടീം റയൽ മാഡ്രിഡ് ആണ്. കാരണം 3-ാം സ്ഥാനം അവർക്കുണ്ടായിരുന്നു ഇന്നലത്തെ കളിക്കിറങ്ങുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരു ജയം മാത്രം മതി അവർക്ക് ടോപ്പ് 8 പിടിക്കാൻ. വേണ്ട, സമനില മതിയായിരുന്നു ടോപ്പ് 8 പിടിക്കാൻ. എന്നിട്ടാണ് അവർ തോറ്റത്. വലിയ മാർജിനിൽ തന്നെ തോറ്റു, 2-4. അതൊരു ചെറിയ മാർജിനല്ല ബെൻഫിക്കയെ പോലൊരു ടീമിനോട്. സോ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തി ബാക്ക് ടു ബാക്ക് ഇയേഴ്സിൽ അവർ പ്ലേ ഓഫ് കളിക്കേണ്ടി വരുന്നു. സോ ലൂസർ ടാഗ് തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷേ ടീമിന് ലൂസർ ടാഗ് കൊടുക്കുമ്പോഴും വിന്നർ ടാഗ് കൊടുക്കണം അവരുടെ സൂപ്പർ താരം കിലിൻ എംബാപ്പയ്ക്ക്. 8 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ വക. 13 ഗോളുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ ഒരു ലീഗ് ഘട്ടത്തിൽ അദ്ദേഹം നേടിയിരിക്കുന്നു. ടീം ഒരു ഭാഗത്ത് ഇങ്ങനെ മുട്ടിടിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എംബാപ്പെ മികവ് കാണിച്ചു. ഹൊസെ മൊറീഞ്ഞോ കളിക്ക് ശേഷം പറഞ്ഞു 2 ചാൻസുകൾ എംബാപ്പയ്ക്ക് 2 അവൻ ഗോളാക്കിയെന്ന്. അതാണ് എംബാപ്പയുടെ മികവും. സോ ഹീസ് എ വിന്നർ. ദെൻ പിന്നെ നമ്മൾ ലൂസറായിട്ട് കാണേണ്ട ഒരാളാണ് റോബർട്ടോ ഡിസർബിയെ സംബന്ധിച്ചിടത്തോളം ബെൻഫിക്കയുടെ ഗോൾ കീപ്പർ ആ ഒരു ഗോള് നേടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, റയലിനെതിരെ ആ ഗോള് നേടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മാഴ്സെ ഒരു പക്ഷേ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത് മുന്നോട്ട് പോയേനെ. മാഴ്സെ ഇപ്പോൾ എന്തായി? 9 പോയിൻറ്റുമായിട്ട് അവർ താഴെ 25-ാം സ്ഥാനത്ത്. ബെൻഫിക്കയുടെ തൊട്ട് താഴെ. ആ ലൈൻ അങ്ങ് കടക്കാൻ പറ്റിയില്ല. സോ ഡെഫിനറ്റ്ലി നിരാശ അവർക്ക് ഉള്ള ഒരു സന്ദർഭമാണത്. പിന്നെ ഏറ്റവും വലിയ വിന്നർ ആരാ? എന്താണോ സംശയം? അത് പ്രീമിയർ ലീഗാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് 8-ലെ 5 ടീമും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നാണ്. ആഴ്സണൽ 1-ാം സ്ഥാനത്ത്, ലിവർപൂൾ 3-ാം സ്ഥാനത്ത്, ടോട്ടനം 4-ാം സ്ഥാനത്ത്, ചെൽസി 6-ാം സ്ഥാനത്ത്, മാഞ്ചസ്റ്റർ സിറ്റി 8-ാം സ്ഥാനത്ത്. ഇനി പ്രീമിയർ ലീഗിൽ നിന്ന് 6 ടീമുകളാണല്ലോ കളിച്ചു. ഒരു ടീമും കൂടിയുണ്ട്. അതാരാ? ന്യൂകാസിൽ യുണൈറ്റഡ്. പുറത്തായിട്ടില്ല. അവർ പ്ലേ ഓഫിന് ഇടം പിടിച്ച് 12-ാം സ്ഥാനത്തുണ്ട്. സോ പ്രീമിയർ ലീഗ് ലോകത്തെ ഏറ്റവും മികച്ച ലീഗാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. പിന്നെ വിന്നേഴ്സായിട്ട് നമ്മൾ പറയേണ്ടതാണ് ബോഡോ ഗ്ലിംറ്റ്. അവർ എന്തൊരു പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കണം. ബോഡോ ഗ്ലിംറ്റ് തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിക്ക് പണി കൊടുത്തപ്പോഴേ അവരുടെ കാര്യം എല്ലാവരും ഉറ്റുനോക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിന്നേഴ്സിൻ്റെ ലിസ്റ്റിൽ നമ്മൾ കാണേണ്ടതാണ്. 23-ാം സ്ഥാനവും കൊണ്ട് അവരിതാ പ്ലേ ഓഫിലേക്ക് കടന്നു പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു. സോ ഇതാണ് ഇപ്പോൾ UCLൻ്റെ ഈ ഒരു ലീഗ് ഘട്ടം കഴിയുമ്പോൾ നമുക്ക് പറയാനുള്ള വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ്. നിങ്ങൾക്ക് ഇനിയും ഓരോ താരങ്ങളെയും ഓരോ സാഹചര്യങ്ങളെയും എടുത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.